ഇതാണ് നമ്മളുടെ സ്വർണ്ണയട. സ്വർണം പോലെ ഇരിക്കുന്ന ചക്കയട. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ചക്കയട ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ കൂട്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതേപോലെ തന്നെ കൂട്ടി ഇതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. വീട്ടിലെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻറ്റിൽ മാറ്റം വരുത്തിയാൽ എല്ലാവർക്കും ഒരേപോലെ വളരെ ടേസ്റ്റിൽ കഴിക്കാം. അതുമാത്രമല്ല പ്രായമായവരും കുട്ടികളും വാരി വാരി കഴിച്ചോളും. അപ്പോൾ വീഡിയോയിലേക്ക് പോകല്ലേ. ഹായ്, അമൃതസ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സ്വർണ്ണട ഉണ്ടാക്കിയല്ലോ. സ്വർണ്ണട എന്ന് പറഞ്ഞാൽ ചക്കട. ചക്ക ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും, പ്രത്യേകിച്ചും പഴുത്ത ചക്ക. എന്ത് ചെയ്യണമെന്ന് വെച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് വേഗം തന്നെ ചക്കട ഉണ്ടാക്കാം കേട്ടോ. ഞാൻ രാവിലെ തന്നെയാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചുക്കും ഏലക്കയും പൊടിച്ചതാണ് കേട്ടോ. തലേദിവസം എനിക്ക് ചക്ക കിട്ടി, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് വേഗം തന്നെ റെഡിയാക്കി കുക്കറിലിട്ട് ശർക്കരയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് 2 വിസിലടിച്ച് വെച്ചു. അപ്പോൾ അതിന് രാവിലെ തന്നെ ഈ വരട്ടണ പരിപാടിയിലേക്കാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മൾ ആ ചക്കേനെ എടുത്തിട്ട് പാനിലേക്ക് ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. അതിലേക്ക് ചുക്കും ഏലക്കായും ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ. ഞാൻ വേറെ ശർക്കരയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര വേവിച്ച് എടുത്താൽ മതി. ഇനി ഞാൻ ഈ ചക്കയ്ക്ക് ആവശ്യമായ 3 കയ്യിൽ കറിക്കയിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗറുകാർക്ക് കഴിക്കാനും കൂടിയായിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനപ്പോൾ ആ പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം 1 കയ്യിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 4 കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കുന്നുണ്ട്. നമുക്കതൊന്ന് കുഴച്ചെടുക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഈ ചക്ക പരിപാടി എന്ന് പറയുന്നത് വൈകിട്ടത്തേക്കാണ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നല്ല പണിയുള്ള ഒരു ജോലിയായിട്ടാണ് നമ്മളെ ചക്കട ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വൈകിട്ടത്തേക്കാണ് ഈ പരിപാടി വയ്ക്കുന്നത്. ഞാൻ പക്ഷേ രാവിലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ചക്കയിലേക്ക് ആവശ്യമായ തേങ്ങ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് കുഴച്ചെടുക്കാൻ പാകത്തിനൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ തേങ്ങയും കൂടെ ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. ഒരു സ്വല്പ നേരം നമുക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചക്കട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് എത്രത്തോണ്ട് ചേർക്കാൻ പറ്റുമോ അത്രത്തോണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ചക്കടയുടെ ടേസ്റ്റ് കൂടും കേട്ടോ. അതേപോലെ തന്നെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് അരിപ്പൊടി വീണ്ടും ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ചക്കട എന്ന് പറയുമ്പോൾ എല്ലാവരുടെ നാവിലും വെള്ളം ഊറാണ്. ആ ഊറുന്ന സമയം കൊണ്ടേ നമുക്ക് ചക്കട കഴിക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചക്കട ഉണ്ടാക്കാം. നെയ്യും ശർക്കരയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം പണിയില്ല രാവിലെ. കാരണം പാനിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ശർക്കരയുടെയോ ചക്കയുടെയോ നീര് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ നിങ്ങൾ ഷുഗറുകാർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചക്കയിൽ ശർക്കര ഇടാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ വളരെ സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കനം കുറച്ച് പരത്തണം. കനം കുറച്ച് തന്നെ പരത്തണേ. അപ്പോഴാണ് നമുക്ക് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ, 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു തവണയും 1-1.5 മിനിറ്റ് കൂടി അയക്കുക. അങ്ങനെ 3 മിനിറ്റ് കൊണ്ട് ചക്കട റെഡിയായി. കുറേ നേരം നമ്മൾ അവിൽ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ചൂടുള്ള ആ ചക്കയിൽ ഇട്ടിട്ടാണ് നമ്മൾ പൊടി കുഴച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി അരിപ്പൊടി മാവ് വെന്ത് കഴിഞ്ഞു. പിന്നെ ഒന്ന് ജസ്റ്റ് ആവി കയറ്റിയേ വേണ്ടുള്ളൂ. ഞാൻ പക്ഷേ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇനി എവിടെയെങ്കിലും വേവാതിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആവിൽ 2 സൈഡും അട മറച്ചിട്ടും തിരിച്ചും വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതേപോലെ കനം കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ ഇതേപോലെ 5 മിനിറ്റിൽ നമുക്ക് ചക്കട കഴിക്കാം കേട്ടോ. പരത്തലും ചൂടലും എല്ലാം കഴിയും 5 മിനിറ്റിൽ. അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ ചക്കട ഒരു തവണ ഞാൻ മൂടി തുറന്ന് അതിനൊന്ന് മറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനം കൂടി കഴിഞ്ഞാൽ കുറച്ച് അധികം നേരം നമ്മൾ ആവി കയറ്റേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് കനം കുറച്ചൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അട വെന്ത് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പരത്തുമ്പോഴും വെള്ളം തൊട്ട് ഒന്നും പരത്തേണ്ട കാര്യമില്ല. നമ്മൾ അരിപ്പൊടിയുടെ അടയും ഗോതമ്പൊടിയൊക്കെ അട ചുടുമ്പോൾ വെള്ളം തൊട്ട് പരത്തി കൊടുക്കും. അതൊന്നും വേണ്ട കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചക്ക പരത്തി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൂടി തുറന്നു, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ചൂടാറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് തട്ടാം. ഇനി നമുക്ക് ചക്ക കഴിക്കാൻ റെഡി ആയിക്കോ. മോൻ ഇവിടെ ചക്ക കഴിക്കാനായിട്ട് റെഡി ആയി വന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ അവൻ എണീക്കുമ്പോഴത്തേനും വേഗം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടോ. കാരണം അത്രയും പെട്ടെന്ന് നമുക്ക് ചക്കട ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചും ചക്കട സാധാരണ അടയല്ല. കാരണം ശർക്കരയും തേങ്ങയും ഏലക്കയും ചുക്കും എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ചക്കട ഉണ്ടല്ലോ, എല്ലാവരും ബുദ്ധിമുട്ടുള്ള പണിയായിട്ടാണ് കാണാറ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചക്കട ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വർണ്ണട എന്ന് പറയുന്ന ചക്കട. അപ്പോൾ ചുക്കും ഏലക്കായും ഒരിക്കലും ഒഴിവാക്കരുതേ. നല്ലൊരു മണത്തിനും ടേസ്റ്റിനും കിട്ടാനായിട്ട് ഇത് നിർബന്ധമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചക്കട ഉണ്ടാക്കാം. ഷുഗറുകാർക്കും കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ടാണ് ചക്ക.
മധുരം ഇടാതെ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.